നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും ഭരണഘടന കടമെടുത്തിട്ടുള്ള വിഷയങ്ങൾ ഒരു കോഡിലൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി റഷ്യയുടെ പഠിച്ചു. റഷ്യയിൽ നിന്നും ഭരണഘടനയിലേക്ക് കടമെടുത്ത ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് എന്തൊക്കെയാണ് ഭരണഘടനയിലേക്ക് എടുത്ത ആശയങ്ങൾ. ഓക്കെ. 1935 PSC കോടതിയിൽ അടിയന്തരമായി ഗവർണർ വന്നു. ഇതാണ് നമ്മുടെ കോഡ്. 1935 PSC കോടതിയിൽ അടിയന്തരമായി ഗവർണർ വന്നു. അപ്പോൾ ഏതാ വർഷം? 1935 PSC കോടതിയിൽ. എവിടേക്കാണ് വന്നത്? PSC കോടതിയിൽ. എങ്ങനെയാണ് ഗവർണർ വന്നത്? അടിയന്തരമായി. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ് വരുന്നത്. ഇത് എങ്ങനെ ഇനി നമുക്ക് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. 1935 എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ട് ഓർക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇനി PSC കോടതിയിൽ അല്ലേ, PSC പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നൊരു ആശയം എടുത്തിട്ടുള്ളത് ഇതെന്നാണ്. അതുപോലെ തന്നെ കോടതി, അതായത് ഫെഡറൽ കോർട്ട് എന്ന സംവിധാനം. പിന്നെ എങ്ങനെ ഗവർണർ വന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? അടിയന്തരമായി, അതായത് അടിയന്തരാവസ്ഥ. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഈ ആക്റ്റിൽ നിന്നാണ്. പിന്നെ ഗവർണർ പദവിയും നമ്മൾ എന്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഈ ഒരു ആക്റ്റിൽ നിന്നാണ്. കോഡ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. എന്താണ്? 1935 PSC കോടതിയിൽ അടിയന്തരമായി ഗവർണർ വന്നു. 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, PSC പബ്ലിക് സർവീസ് കമ്മീഷനുകൾ, ഫെഡറൽ കോർട്ട് അതാണ് കോടതി, അടിയന്തരമായി അതായത് അടിയന്തരാവസ്ഥ, ഗവർണർ പദവി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 1935 ഭരണഘടന ആ ഒരു ആക്റ്റിൽ നിന്നും ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. ഓക്കെ.